പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, അടിയുറച്ച വിശ്വാസത്തോടും ആത്മാർത്ഥമായ ഭക്തിയോടും കൂടി നിന്റെ മക്കളായ ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ സ്വീകരിക്കണമേ. അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്കായി അമ്മ വാങ്ങിത്തരണമേ. പരമകാരുണ്യവാനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കുള്ളതും ഞങ്ങളുടേതായതെല്ലാം അവിടുത്തെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും അങ്ങയോട് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഇന്നോളം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും ഞങ്ങൾക്ക് നൽകുവാനിരിക്കുന്നതുമായ ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയോട് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. കാൽവരിയിൽ പാപികളായ ഞങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിക്കുകയും പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ സ്വന്തം അമ്മയായി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങയുടെ സ്നേഹം എത്ര വലുതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവമാതാവേ, രോഗാവസ്ഥയിലും കടബാധ്യതകളിലും മറ്റു പല പ്രതിസന്ധികളിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തി സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനുള്ള ആരോഗ്യവും കൃപയും നൽകി അനുഗ്രഹിക്കണമേ. കടഭാരത്താൽ പ്രയാസപ്പെടുന്ന എല്ലാ മക്കളെയും അവരുടെ ആവശ്യങ്ങളിൽ സഹായമായും സമ്പത്തിനാവശ്യമായ ജോലിയും മറ്റ് കഴിവുകളും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അവിടുന്ന് ജീവിച്ചിരിക്കുന്നവരുടെ സംരക്ഷണവും മരിക്കുന്നവരുടെ രക്ഷയും ആകുന്നുവല്ലോ. അമ്മയുടെ പരിശുദ്ധ നാമം ഞങ്ങൾ എപ്പോഴും വിളിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ കന്യകാ മറിയമേ, മധുരമുള്ള നാഥേ, അമ്മയുടെ നാമം ഇനി മുതൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. വാഴ്ത്തപ്പെട്ട അമ്മേ, അമ്മയെ ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കുവാൻ വൈകരുതേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ എല്ലാ പ്രലോഭനങ്ങളിലും അമ്മയുടെ വിശുദ്ധ നാമം മേരി മറിയം എന്നാവർത്തിച്ച് വിളിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയെ വിളിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല. എത്രയും ദയയുള്ള മാതാവേ, അമ്മയെ വിളിച്ചപേക്ഷിച്ചവരിൽ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ചവരെ ഒരിക്കലും അമ്മ നിരസിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അമ്മയുടെ മാധ്യസ്ഥം തേടുന്നവരെ ആരും സഹായമില്ലാത്ത പാപികളും ബലഹീനരുമായ മക്കളെ അമ്മ ഒരിക്കലും കൈവിടില്ലല്ലോ. ഈ ആത്മവിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അമ്മയുടെ അടുക്കലേക്ക് എൻ്റെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഇപ്പോൾ എത്രയും ആവശ്യമായിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട നിയോഗത്തെയും സമർപ്പിക്കുന്നു. അമ്മയുടെ മുൻപിൽ പാപിയും ദുഃഖിതയുമായി, അമ്മയുടെ മുൻപിൽ ഞാൻ പാപിയും ദുഃഖിതയും ആകുന്നു. വാക്കിൻ്റെ അവതാരമേ, എൻ്റെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ കന്യകാ മറിയമേ,
എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞാൻ എൻ്റെ ഹൃദയത്തെ വെറുക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അനാവശ്യങ്ങളും ഈശോയുടെ തിരുരക്തത്തോട് ചേർത്ത് അമ്മയുടെ മാധ്യസ്ഥത വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. പിതാവായ ദൈവമേ, ഞങ്ങളിൽ ദൈവിക സംരക്ഷണം നൽകണമേ. ഞങ്ങളുടെ പോരാട്ടങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് എന്താണെന്ന് അമ്മയ്ക്കറിയാം. അതിനാൽ ഞാൻ അമ്മയുടെ സഹായത്തിനായി അപേക്ഷിക്കുന്നു. അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ മേലുള്ള ചങ്ങലകൾ തകർക്കുവാൻ കർത്താവായ യേശുവേ, അമ്മയുടെ മധ്യസ്ഥത വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് അങ്ങയുടെ ദൂതന്മാരെ എൻ്റെ മേൽ ചുമതല ഏൽപ്പിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും സംരക്ഷണം പരിശുദ്ധ അമ്മയെ ഞാൻ ഏൽപ്പിക്കുന്നു. ഒരു തിന്മയും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ലെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. ഒരു മഹാമാരിയും ഞങ്ങളുടെ വാസസ്ഥലത്ത് സമീപിക്കുകയില്ലെന്ന് അമ്മയിൽ ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയും അങ്ങയുടെ നന്മയും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങൾ ഓരോരുത്തരിലും നിറച്ചു നിർത്തണമേ. എൻ്റെ ജീവിതത്തിനും കുടുംബത്തിനും മേലുള്ള സംരക്ഷണം ഒരിക്കൽ കൂടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങ് എൻ്റെ സങ്കേതവും അഭയവുമാണ്. അവിടുന്നുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവേ, ഞാൻ ആരെയും ഭയപ്പെടുകയില്ല. കാരണം എന്നെ താങ്ങുന്ന കർത്താവ് അങ്ങാണെന്ന് എനിക്കറിയാം. എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ലെന്നും എനിക്കറിയാം. ഞാൻ പുറത്തു പോകുമ്പോൾ എന്നെ സംരക്ഷിക്കുവാനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശത്രുവിൻ്റെ ഏത് ദുഷിച്ച ക്രമീകരണങ്ങളെയും എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും വേണ്ടപ്പെട്ടവരെയും വിട്ടുപോകുവാൻ അവിടുന്ന് കൽപ്പിക്കണമേ. എൻ്റെ ജീവിതത്തിനും കുടുംബത്തിനുമെതിരെ ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും അവിടുന്ന് നശിപ്പിക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിനായുള്ള അങ്ങയുടെ ഇഷ്ടത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ശാരീരികവും ആത്മീയവും സാമ്പത്തികവുമായ എല്ലാ കൃപകളും നൽകി ഓരോ ദിനവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ഹാനികരമായ എല്ലാ നിർദ്ദേശങ്ങളിൽ നിന്നും എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാത്തുകൊള്ളണമേ. സത്യം തിരിച്ചറിയുവാൻ വിവേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് എൻ്റെ വിധിയും പ്രതീക്ഷയും സന്തോഷവുമാണ്. സാമ്പത്തികത്തെക്കുറിച്ചുള്ള എൻ്റെ ആശങ്കകളും ഭയങ്ങളും നീക്കി പകരം വിശ്വാസം നൽകണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ ആശങ്കകളും ഭയങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. എൻ്റെ കഴിവുകളും അറിവും ലോകസേവനത്തിനായി ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മേ മാതാവേ, നീതിമാന്റെ കഷ്ടതകൾ അനേകമാണല്ലോ, എന്നാൽ കർത്താവ് അവയിൽ നിന്നെല്ലാം അവനെ വിടുവിക്കുമെന്ന്
തിരുവചനം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ. ശത്രുവിന്റെ ആക്രമണങ്ങൾക്കെതിരെ എന്നെ നയിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ എനിക്കായി അവിടെയുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഞാൻ തീയിലൂടെ നടക്കുമ്പോൾ ദഹിക്കപ്പെടുകയില്ല, കാരണം എന്റെ സംരക്ഷകനായ ദൈവം അവിടെയുണ്ട്. ദൈവമേ, അങ്ങയുടെ ചിറകുകളുടെ കീഴിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെല്ലാവരെയും അമ്മയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സകല കൃപാവരങ്ങളും നൽകി ഞങ്ങളെ സന്തോഷത്തിലും സമാധാനത്തിലും ഐക്യത്തിലും നിലനിർത്തണമേ. പാപികളും ബലഹീനരുമായ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നതിനു വേണ്ടി ഞങ്ങളിലുള്ള എല്ലാ പാപങ്ങളും പാപസാഹചര്യങ്ങളും മാറ്റിത്തരണമേ. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ഈ ലോകത്തിലും അവസാനം ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള ഭാഗ്യവും അമ്മ ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ.